ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഐറ്റമാണ്. ഒരു കുഞ്ഞി പൊറോട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. നല്ല ഉള്ളൊക്കെ നല്ല ലെയറായിട്ടിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണിത്. അപ്പോൾ ഇതിന് കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യില്ലെങ്കിൽ ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര സോഫ്റ്റ്നെസ് കിട്ടില്ല. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇവിടെ ഞാൻ ഉപ്പ് വെള്ളത്തിലാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളൊന്നുമില്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ചേർക്കുക, അല്ലെങ്കിൽ പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താലും മതിയാകും. ഇപ്പം നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് അവിടെ ഇരുന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. 15 മുതൽ അരമണിക്കൂർ വരെ വെക്കാം. അത് സമയമുള്ളതുപോലെ വെക്കുക. ഇനി നമുക്കിത് ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ്. അത് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് പച്ചക്കറിയൊക്കെ വേവിക്കുകയാണെങ്കിൽ അത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഒരു വലിയ സവോളയുടെ ഒരു പകുതി ഭാഗം നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണോളം വരുന്ന മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ജീരകം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് ഞാനിത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പച്ചമുളക് കടിക്കുമെങ്കിൽ അതിനകത്ത് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയേറെ ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് ഉണ്ടയൊക്കെ ഉരുട്ടിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഓരോ ഉരുളകളാക്കാം. ഇപ്പോൾ ഒരു 5 ഉരുളകളാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി ഓരോ ഉരുളകളൊക്കെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തുന്നതിനെക്കാട്ടിലും നന്നായിട്ട് തിന്നാക്കിയിട്ട് വേണം പരത്താനായിട്ട്. അപ്പോൾ ഒന്ന് കീറിപ്പോകാതെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ അത്രയും തിന്നാക്കിയിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ. ഇത് പൊറോട്ട പോലെ തന്നെ നല്ല ലെയറായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ അത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു കുഞ്ഞി പൊറോട്ടയായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാകും. നമുക്കിത് സ്നാക്കായിട്ട് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല തന്നെയായിരിക്കും. ഇതിന് കറികളൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ വീഡിയോ കാണാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി പോലത്തെ ഈ മാവ് ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട്. നല്ല തിന്നാക്കി പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ്ങും കൂടി ഇതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി പരത്തി കൊടുക്കുക. നമ്മളെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തത് കൊണ്ട് അങ്ങനെ എല്ലാം അതിനകത്ത് ഒട്ടിപ്പിടിച്ച് നന്നായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ എല്ലാതും ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാനും അതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കാനും ശ്രദ്ധിക്കണം. ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇതിലെന്താണെങ്കിലും നമ്മളിതൊന്ന് തേച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഇപ്പോൾ തേച്ച് കൊടുക്കുന്നത് നെയ്യാണ്. ഞാൻ ചിലതിൽ ഓയിലും തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ടിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാതും ഒന്ന് പരത്തിയിട്ട് ഫില്ലിങ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പം നിങ്ങൾ ഇതിന് മുൻപത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കാണുക. അതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്തുകയും വേണം. ഇത് നിങ്ങൾക്ക് ഗോതമ്പിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മാവ് കൂടെ നന്നായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ അതിന് ശേഷം നമ്മൾ ഓയിലും അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ചുരുട്ടിയെടുക്കുക.
അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വലുപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്താൽ മതിയാകും. അതിനുശേഷം നമ്മൾ ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഒരുപാട് കട്ടി കുറച്ചിട്ട് ഇതിങ്ങനെ പരത്തിയെടുക്കരുത്, ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്തു പോകാത്ത രീതിയിൽ വേണം ഒന്ന് അമർത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒന്ന് അമർത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും നന്നായിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷമാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ 2 റോളോളം പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനായിട്ട് കുറച്ച് ഓയിൽ മതി. ഫ്രൈ ചെയ്യാമെന്നതിനെ പറയാൻ പറ്റില്ല, നമ്മൾ കുറച്ച് ഓയിലിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 5-6 എണ്ണം ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 5-6 എണ്ണം ഒരുമിച്ചിട്ടിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉൾഭാഗം വേവാണ്ടിരിക്കും. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉൾഭാഗം വേഗത്തുമില്ല, പുറംഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് അതിന് കിട്ടത്തില്ല. അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നമുക്ക് എന്നാലും അധികം പണിയൊന്നുമില്ല. ഈ കറിക്ക് പകരം നമ്മൾ ഫില്ലിംഗ് ഒന്നും എല്ലാം വേവിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ മസാലയൊന്നും നമ്മൾ വേറെ ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ലെയർ ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും കാണാനും ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. രണ്ട് ഭാഗവും റെഡി ആയതിനു ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഞാനിതിൻ്റെ ഉൾഭാഗം ഒന്ന് തുറന്ന് കാണിക്കാം. കണ്ടോ, നല്ല ലെയറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.